കോട്ടയം ചുങ്കം മെഡിക്കൽ കോളേജ് ബൈപ്പാസിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായിരിക്കുന്നു. ചുങ്കം പാലത്തിന് സമീപം നിന്ന കൂറ്റൻ വാഗമരമാണ് രാവിലെ കടപുഴകി വീണത്. കോട്ടയത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കാൻ ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി സനോജ് ചേരുകയാണ്. സനോജ്, ഇപ്പോൾ കൂറ്റൻ മരം വീണിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് മുറിച്ചു മാറ്റാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ മരം വീണിട്ട്? മനു, മരം വീണ് കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കോട്ടയത്തു നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ് ഈ ചുങ്കം വഴിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാതയിലാണ് കൂറ്റൻ വാഗമരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ തന്നെ ഈ വാഗമരം യാത്രക്കാർക്കും മറ്റും ഭീഷണിയാണ് എന്ന പരാതി ഉയർന്നിരുന്നു. അങ്ങനെ മുറിച്ചു മാറ്റണമെന്ന നിരന്തരമായ ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ മരം റോഡിലേക്ക് കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ചുങ്കം പാലത്തിന് സമീപം നിന്ന മരമാണ് ഇവിടേക്ക് കടപുഴകി വീണത്. ഈ മരം മുറിച്ചു മാറ്റാൻ മണിക്കൂറുകൾ പരിശ്രമിക്കേണ്ടി വന്നു ഫയർഫോഴ്സിന്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വലിയ മരമായതുകൊണ്ട് തന്നെയാണ് ഏറെ നേരം ചെലവഴിക്കേണ്ടി വന്നത്. മാത്രമല്ല, അതിരാവിലെ ആയതുകൊണ്ടും കാര്യമായ ഗതാഗത തിരക്ക് ഈ പാതയിൽ ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ രോഗികളുമായി വരുന്ന നിരവധി ആംബുലൻസുകൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട പാത കൂടിയാണ് ഈ ചുങ്കം വഴിയുള്ള മെഡിക്കൽ കോളേജിലേക്കുള്ള പാത. അവിടെയാണ് ഇത്തരത്തിൽ വൻ വാഗമരം കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള അവസര ശ്രമങ്ങൾ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മനു, ശരി. സനോജാണ് ഈ വിവരങ്ങൾ നൽകിയത്. ഏതായാലും അത് ആരും ആ സമയത്ത് അവിടെ ഇല്ലാതിരുന്നത് വലിയ ഭാഗ്യമായിട്ടുണ്ട്. കാരണം പലതവണ ആവശ്യപ്പെട്ടതാണ് ആ മരം മുറിച്ചു മാറ്റണമെന്ന്. ഏതായാലും ഇപ്പോൾ അത് കടപുഴകി വീണിരിക്കുകയാണ്. വലിയൊരു അപകടം ഒഴിവായി എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം.